നമ്മൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നത് കോൺഗ്രസിൽ വീണ്ടും നിയമന വിവാദം എന്നുള്ളതാണ്. SFI നേതാവിനെ ഗവൺമെന്റ് പ്ലീഡർ ആക്കി എന്നുള്ളതാണ് ആരോപണം. മുഖ്യമന്ത്രിക്ക് KSU ഇത് സംബന്ധിച്ച പരാതിയും നൽകിയിട്ടുണ്ട്. ജയോണ ജെയിംസ് 2015-19 കാലഘട്ടത്തിൽ കോളേജിൽ SFI നേതാവായിരുന്നു എന്നതാണ് ഈ പരാതിയുടെ ഉള്ളടക്കം. പരാതിക്കാരുടെ കൂട്ടത്തിൽ അബിൻ വർക്കി MLA-യും ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. കത്തിന്റെ പകർപ്പാണിപ്പോൾ ന്യൂസ് 18 ലഭിച്ചിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, UDF സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇതിപ്പോൾ തുടർച്ചയായാണ് ഈ നിയമന വിവാദം കത്തിപ്പടരുന്നത്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ഒരു SFI നേതാവിനെ കൂടി സർക്കാർ നിയമിക്കുന്നു എന്നുള്ളതാണല്ലോ. എന്താണ് ഈ പരാതിയുടെ കാമ്പ്, എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, കഴിഞ്ഞ ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് ഗവൺമെന്റ് ലീഡർമാരുടെ പുതിയ പട്ടിക പ്രസിദ്ധീകരിച്ചത്, തയ്യാറാക്കിയത്. മന്ത്രിസഭാ യോഗമാണ് അനുമതി നൽകിയത്. വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. ഹൈക്കോടതിയിലെ ഗവൺമെന്റ് ലീഡർമാരാണ്. ഏതാണ്ട് 30ഓളം പേരുടെ പട്ടികയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയത്. അതിൽ SFI 2015 മുതൽ 19 വരെ തിരുവനന്തപുരം ലോ കോളേജിൽ ബാച്ചിലെ SFI പ്രവർത്തകയായിരുന്ന സജീവ പ്രവർത്തകയായിരുന്ന ജിയോണ ജെയിംസ് കൂടി പട്ടികയിൽ 10ാം പേരുകാരിയായി ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതാണ് KSUവിന്റെ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം. ആ കാലയളവിൽ പഠിച്ച KSUവിന്റെ അന്നത്തെ ഭാരവാഹികൾ അടക്കമുള്ളവരാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ ദിവസമൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ സംബന്ധിച്ച പരാതിയുമൊക്കെ വന്നിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ കേരള സ്റ്റുഡൻസ് യൂണിയൻ ഗവൺമെന്റ് ലോ കോളേജ് തിരുവനന്തപുരം യൂണിറ്റ് കമ്മിറ്റിയുടെ പേരിൽ ഒരു പരാതി കത്ത് നൽകിയിരിക്കുകയാണ്. അതായത് ഈ ജിയോണ ആ കാലത്ത് കോളേജിൽ SFI പ്രവർത്തകയായിരുന്നു, SFIയുടെ നേതാവായിരുന്നു. അവരെ സർക്കാർ ഗവൺമെന്റ് ലീഡർമാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തത് ഒരു കാരണവശാലും അംഗീകരിക്കാവുന്ന ഒന്നല്ല. നേരത്തെ തന്നെ ഈ ലീഡർ നിയമനം വിവാദമായതാണ്. ഇപ്പോൾ വീണ്ടും അത്തരം നടപടികൾ വരുന്നതിനെതിരെയാണ് കാർത്തിക് RS KSUവിന്റെ യൂണിറ്റ് പ്രസിഡന്റ് കത്ത് നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൽ ആ കാലത്തിൽ അവിടെ പഠിച്ച ഗോകുൽ അൽ അമ്രൂഫ്, നിതിൻ രാജ് തുടങ്ങി ആ കാലത്തിൽ പഠിച്ച KSUവിന്റെ ഭാരവാഹികൾ ആ കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. അബിൻ വർക്കി കോടിയാട്ടെന്ന ആറന്മുള MLA-യും ഈ കത്തിൽ അദ്ദേഹത്തിന്റെ പേര് കൂടി എഴുതി ചേർത്തിട്ടുണ്ട്. അദ്ദേഹം കത്തിൽ ഒപ്പിടുമെന്നാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഏതായാലും അത്തരത്തിലൊരു കത്താണ് ഇപ്പോൾ KSU നൽകിയിരിക്കുന്നത്. ഗവൺമെന്റ് പീഡന നിയമനത്തിൽ വീണ്ടും കോൺഗ്രസിൽ നിന്ന് പുറത്തുള്ള ആളുകളെ, SFI സജീവ പ്രവർത്തക ആളുകളെ കൂടി ഉൾക്കൊള്ളിച്ചു എന്ന പരാതിയാണ് ഇപ്പോൾ KSUവിന് ഉള്ളത്. ഇതിന്റെ പശ്ചാത്തലമുള്ളത് ഈ ജിയോണ ജെയിംസിന്റെ സീനിയർ അഡ്വക്കേറ്റ്, അദ്ദേഹം നേരത്തെ ദേവസ്വം ബോർഡിന്റെയും മറ്റും സർക്കാർ പ്ലീഡറായിരുന്നു. അത് LDF കാലത്ത് LDFന്റെ നോമിനിയായി പ്ലീഡറായ ആളാണ്. അദ്ദേഹം ഇപ്പോൾ പാർട്ടി മാറി കേരള കോൺഗ്രസിലേക്ക് പോയി. അപ്പോൾ വീണ്ടും അദ്ദേഹത്തെ പദവിയിൽ നിയമിച്ചു. അതിനൊപ്പം അദ്ദേഹത്തിന്റെ ജൂനിയറായ അഭിഭാഷ് കെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിക്കുന്നുവെന്ന ആരോപണമാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിക്ക് മുന്നിൽ ഈ പരാതി എത്തുകയാണ്. കോൺഗ്രസിൽ വീണ്ടും നിയമന വിവാദം. ഇതാണ് വാർത്തയുടെ വിശദാംശങ്ങൾ. അതായത് പല തവണയായി ഇത്തരത്തിൽ നിയമന വിവാദം കോൺഗ്രസിൽ ഇതിനോടകം തന്നെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയിലാണ് ജയോണ ജെയിംസ് 2015-19 കാലത്ത് ലോ കോളേജിൽ SFIയുടെ നേതാവായിരുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയൊരു പരാതി KSU നൽകുമ്പോൾ അതിൽ അബിൻ വർക്കി MLA കൂടി ഉണ്ട് എന്നതാണ് ഇപ്പോൾ ഈ പ്രേക്ഷകർ ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്നത്. KSU നൽകിയ ആ പരാതിയുടെ കോപ്പി ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.